ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു വൺ ആക്ട് പ്ലേ ആണ്. പ്ലേ എന്ന് ഉദ്ദേശിക്കുന്നത് നാടകം എന്ന അർത്ഥത്തിലാണ്. നമ്മൾ പ്ലേ കളി എന്നുള്ളതിലല്ല, നാടകം എന്ന അർത്ഥത്തിലാണ് പ്ലേ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ വളരെ ചുരുക്കമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അത് വലിയ അത്യാവശ്യമുണ്ട്, ഒരു ക്ലാസ്സിൽ തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാൽ നോക്കാം നമുക്ക്. ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് ഹെലന ഇവനോവിച്ച് പൊപ്പോവ്. അവരൊരു വിഡോയാണ്. അതായത് വിഡോ എന്ന് ഉദ്ദേശിക്കുന്നത് വിധവയാണ്. ഓക്കെ. മറ്റൊന്ന് ഗ്രിഗോറി സ്റ്റിഫോൺവിച്ച് സ്മിർനോവ്. അവരൊരു എസ്റ്റേറ്റിൻ്റെ പ്രൊപ്പറേറ്ററാണ്. കൺട്രി എസ്റ്റേറ്റിൻ്റെ പ്രൊപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. മറ്റൊന്ന് ലൂക്ക, പൊപ്പോവിൻ്റെ സെർവൻ്റായിട്ടുള്ള, അവരുടെ വേലക്കാരിയായിട്ടുള്ള ലൂക്ക. പിന്നെ ഇവർ വരുന്നത് ക്യാരക്ടേഴ്സ് വരുന്നത് ഗാർഡനർ, കോച്ച്മാൻ, സെവറൽ വർക്ക്മാൻ. ഗാർഡനർ പൂന്തോട്ടം കാവൽക്കാരനാണ്, പൂന്തോട്ടം നോക്കിയെടുക്കുന്ന ആളാണ്. കോച്ച്മാൻ, സെവറൽ വർക്ക്മാൻ, ഇവരൊക്കെയാണ് ഇതിൽ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. ഇത് എന്തിനെക്കുറിച്ചാണ് പ്ലേ പറയുന്നത് നോക്കാം. ഇതൊരു കോമഡിയാണ്. അത്യാവശ്യം തമാശയുണ്ട് ഇതിൽ. ഒരു ആക്ഷേപഹാസ്യമൊക്കെയായിട്ട് വരുന്നൊരു സംഭവമാണ് കോമഡി. ദ പ്ലേ ദ ബൂവ ഡീൽസ് വിത്ത് ദ ഫിക്കിൾനെസ് ആൻഡ് ഫ്രിവൽറ്റീസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ്. നമ്മുടെ തമ്മിൽ ബന്ധങ്ങൾ, മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളുടെ വളരെ നിസ്സാരതയെ സംബന്ധിച്ചാണ് ഈ പ്ലേ കാര്യമായിട്ട് പറയുന്നത്. വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഐഡിയോളജികൾ, നമ്മുടെ ആശയങ്ങളൊക്കെ മാറ്റുന്നതിനെ സംബന്ധിച്ചാണ് പ്ലേ. ഇറ്റ് ഓൾസോ റിമൈൻസ് അസ് ദ ലൈഫ് ഹാസ് ടു ബി ലിവ്ഡ്. മാത്രമല്ല, കുറേ കാലം ഒരു സംഗതിയുടെ മേൽ ദുഃഖിച്ചിരിക്കേണ്ടവരെല്ലാം ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ് എന്നതുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ നാടകം. The comedy is in the play reveals the hypocrisy and pretense of upper middle class society. പലപ്പോഴും ഈ അപ്പർ മിഡിൽ ക്ലാസ്, ഒരു മധ്യ വരേണ വർഗത്തിൻ്റെ ഒരു ഹിപ്പോക്രസി, അവരുടെ ജാടയും അവരുടെ കാപട്യമൊക്കെ തുറന്ന് കാണിക്കുന്നതാണ് ഈ നാടകം. ഇത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. നമ്മൾ നാടകത്തിലേക്ക് നോക്കാം. ടൈം, ദ പ്രസൻറ്റ് സീൻ, എ വെൽ ഫർണിഷ്ഡ് റിസപ്ഷൻ റൂം ഇൻ മിസ് പൊപ്പോവ്സ് ഹോം. അവരുടെ നമ്മൾ കാണുന്നത് ഒരു റൂമാണ്, പൊപ്പോസ് റൂം. പൊപ്പോ ഈസ് ഡിസ്കവേർഡ് ഇൻ ഡീപ്പ് മോർണിംഗ്, സിറ്റിംഗ് അപ്പോൺ എ സോഫ ഗേസിംഗ് സ്റ്റെഡ്ഫാസ്റ്റ്ലി അറ്റ് എ ഫോട്ടോഗ്രാഫ്. ലൂക്ക ഈസ് ഓൾസോ പ്രസൻറ്റ്. അവിടെ നമ്മൾ കാണുന്നത് മിസ്സിസ് പോപ്പോവ്, ചുരുക്കിയ പേര് അങ്ങനെ പറയാണ്. മിസ്സിസ് പോപ്പോവ് വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഒരു സോഫയുടെ മേൽ ചാരിക്കൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന കാഴ്ച. അങ്ങനെ ഇടയ്ക്ക് ആ ഫോട്ടോഗ്രാഫിലേക്ക് നോക്കുന്നുണ്ട്. അവിടേക്ക് ലൂക്ക കടന്നു വരികയാണ്. ലൂക്ക ആരാന്ന് പറഞ്ഞത്? ഇവരുടെ വേലക്കാരിയായിട്ടുള്ള ലൂക്ക. It's not right, ma'am. You are wearing yourself out. The maid and the cook have gone looking for berries. Everything that breaths is enjoying life. നിങ്ങളങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. എന്താ പറഞ്ഞത്, കുക്ക് ഓൾറെഡി പോയിട്ടുണ്ട്. പിന്നെ ബെറി, പഴങ്ങൾ നോക്കാൻ വേണ്ടി പോയതാണ്. എവരിതിങ് ബ്രിച്ച് ഈസ് എൻജോയ് ലൈഫ്. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ തമാശകൾ, അതിൻ്റെ രസങ്ങളൊക്കെ ഇല്ലാതെയാക്കുമെന്ന് പറയാം. അപ്പോൾ പറയുന്ന മറുപടി എന്താ? And I shall never leave it. Why should I? My life is over. He lies in his grave and I have buried myself within these four walls. We are both dead. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹം എന്ന് പറയുന്നത് ഹസ്ബൻഡാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം എനിക്ക് എന്ത് സന്തോഷമാണ് ലൈഫിലുള്ളത്. അദ്ദേഹം മരിച്ചത് അദ്ദേഹം മരിച്ചത് പോലെയാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എനിക്കൊന്നും ഇനി സന്തോഷങ്ങൾ ബാക്കിയില്ല. അതുകൊണ്ട് ഞാനും ഇപ്പോൾ മരിച്ചിരിക്കുന്നു, ജീവിതത്തിൽ ഞാനും മരിച്ചിരിക്കുന്നു എന്നാണ് അവർ മറുപടിയായിട്ട് പറയുന്നത്. Look, there you are again. It's fool. It is too awful to listen to it. Nikolaevich is dead. It was the will of the Lord, and the Lord has given him central peace, eternal peace. You have grieved over it, and that ought to be enough. Now it's time to stop. Oh my dear ma'am, young and pretty as you are. അപ്പോൾ ഇവിടെ പറയുന്നത്, അദ്ദേഹം മരിച്ചുപോയി. മരിച്ചവരെ കുറിച്ച് ദുഃഖിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല. അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ എന്താണ്, അദ്ദേഹത്തിന് ദൈവം എറ്റേണൽ പീസ്, ആത്യന്തികമായിട്ടുള്ള സമാധാനം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ദുഃഖമൊക്കെ നിർത്താനുള്ള സമയമായിട്ടുണ്ട് എന്ന് ഈ ആളെ ഓർമ്മപ്പെടുത്താണ്, ഈ ഭാര്യയായിട്ടുള്ള മിസ് പോപ്പോവിനെ ഓർമ്മപ്പെടുത്താണ് ലുക്കോ. ആൻഡ് ഓൺലി ലെറ്റ് യു സ്പിറ്റ്സ് ലൈഫ് ബ്യൂട്ടി കാൺ ലാസ്റ്റ് ഫോർ എവർ. വെൻ 10 short years are over, you will be glad enough to go out a bit and meet the officers, and then it will be too late. അപ്പോൾ ബ്യൂട്ടി എല്ലാ കാലത്തും നിലനിൽക്കുന്നതല്ല, അല്ലേ, ലാസ്റ്റ് ഫോർ എവർ അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ദുഃഖങ്ങളൊക്കെ അവസാനിപ്പിച്ച് മറ്റ് ജോലികളിലേക്കൊക്കെ പോകണം എന്നാണ്
പറയുന്നത്. മിസ്സസ് പോപ്പോ, പ്ലീസ് ഡോണ്ട് സ്പീക്ക് ഔട്ട് ദീസ് തിങ്സ് അഗെയിൻ. ഇത്തരം കാര്യങ്ങൾ എന്നോട് സംസാരിക്കാത്ത. യു നോ very well that since the death of Nikolaevich, my life is absolutely nothing to me. You think I live, but it only seems so. Do you understand? നിനക്ക് തോന്നുന്നുണ്ടാവും ഞാനങ്ങനെ ജീവിച്ച് തീർക്കാമെന്ന്. പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്നില്ല. ഞാൻ എന്താണ്, ഒരു മരണത്തിലുള്ള ജീവിതമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയാണ്. That his departed soul may see how I love him. I know it is no secret to you. He was often unjust to me, cruel, and he was not faithful. But I shall be faithful to the grave and prove to him how can I love there. In the beyond, he will find me the same as I was until his death. അപ്പോൾ അവർ പറയാണ്, എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹം പലപ്പോഴും എന്നോട് അത്ര നല്ല ടേമിലായിരുന്നില്ല അല്ലേ. പലപ്പോഴും എന്നോട് അൺജസ്റ്റ് ആയിരുന്നു കാണിച്ചിരുന്നത്, ക്രൂരതയായിരുന്നു കാണിച്ചിരുന്നത്, ഫെയ്ത്ത്ഫുൾ ആയിരുന്നില്ല. അദ്ദേഹത്തിന് മറ്റു ആളുകളായിട്ട് ബന്ധമുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ട ആളാണ്. എനിക്ക് അദ്ദേഹത്തിൽ ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം ഗ്രേവിൽ കിടക്കുമ്പോഴും, അതായത് ശ്മശാനത്തിൽ കിടക്കുമ്പോഴും എനിക്ക് അദ്ദേഹത്തോട് എൻ്റെ വിശ്വാസത്തെ അദ്ദേഹത്തോട് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ ഈ മിസ്സസ് പോപ്പോ പറയണം. ലൂക്ക എന്താ പറയുന്ന മറുപടി? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഓൾ ദിസ് വേർഡ്സ് when you would so much rather go walking in the garden or order to be or waken harnessed to the trap and visit the neighbors. ഇത് കുതിരയാണ്, കുതിരയെ നോക്കുന്ന ആളൊക്കെയാണ് ഗാർഡനർ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അവർക്കൊക്കെ ഒരു ഓർഡർ കൊടുത്തൂടെ, അവിടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കുതിരയെ മേക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ എന്നാണ് ചോദിക്കുന്നത്. മിസ്സസ് പോപ്പോ, he loved Toby so. What a wonderful horseman he was. ടോബി കുതിരയാണ്. ടോബിയെ അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു കുതിര സവാരിക്കാരൻ കൂടിയായിരുന്നു. How fine he looked when he pulled at the reins with all his might. Toby give him an extra measure of force today. അദ്ദേഹം കുതിരയെ ഇഷ്ടപ്പെട്ടു, കുതിരയുടെ സവാരി അദ്ദേഹം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ മിസ്സസ് പോപ്പോ ഓർക്കുകയാണ്. ആരോട് പറയാണ്? ഇതൊക്കെ ലൂക്കയോട് പറയാണ്. മിസ്സസ് പോപ്പോ, വാട്ട്സ് ദാറ്റ്? ഐ ആം അറ്റ് ഹോം ടു നോ വൺ. അപ്പോൾ മിസ്സസ് പോപ്പോ, എ ബെൽ റിങ്സ് ലൗഡ്ലി. അപ്പോൾ ഒരു ബെല്ലടിക്കുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം പോപ്പോ പറയാണ്, വാട്ട്സ് ദാറ്റ്? എന്താണ് ബെല്ല്? ഐ ആം അറ്റ് ഹോം ടു നോ വൺ. ഞാൻ വീട്ടിൽ തന്നെയല്ലേ എന്നുള്ളതാണ്. Luca, yes ma'am. He goes out. Send up. Mrs. Popo, gazing at the photograph, you shall see Nikolai. How can I love and forgive? My love will die only with me when my poor heart stops beating. അപ്പോൾ മിസ് പോപ്പോ എന്താ പറയുന്നത്? നിങ്ങൾ കാണും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹൗ കാൻ ഐ ലവ് ആൻഡ് ഫോർഗീവ്? എനിക്ക് എങ്ങനെ അത് മറക്കാൻ പറ്റുക അദ്ദേഹത്തിൻ്റെ മരണം എന്നാണ് ചോദിക്കുന്നത്. ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ്. എനിക്ക് അദ്ദേഹത്തുള്ള സ്നേഹം മറക്കാൻ പറ്റിയപ്പോഴാണ് എൻ്റെ ഹാർട്ട് എപ്പോഴാണോ ബീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മിടിപ്പ് നിൽക്കുന്നത്, അപ്പോൾ മാത്രമേ എനിക്ക് സാധ്യമാവുള്ളൂ എന്ന് അവർ പറയണം. ഷീ സ്മൈൽസ് ത്രൂ ഹർ ടിയേഴ്സ്. അങ്ങനെ പറഞ്ഞിട്ട് അവർ ചിരിക്കുന്നുണ്ട്. കണ്ണുനീർക്കടയിലുള്ള ചിരിയാണ് അവർ കാണിക്കുന്നത്. ലൂക്ക എൻഡേഴ്സ് ഇൻ എ ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ്. Luca, oh ma'am, someone is asking for you, insist on seeing you. അപ്പോൾ ആരോ പുറത്ത് വന്നിട്ടുണ്ട്. ബെല്ലടിക്കുന്നത് കേട്ട് ഇയാൾ പുറത്തു പോയതാണ്. പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ തിരിച്ചു വന്നിട്ട് ലൂക്ക പറയുന്നത്, ആരോ പുറത്തു വന്നിട്ടുണ്ട്, നിങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ള. മിസ്സസ് പോപ്പോ, യു ടോൾഡ് ഹിം ദാറ്റ് സിൻസ് മൈ ഹസ്ബൻഡ്സ് ഡെത്ത് ഐ റിസീവ് നോ വൺ. അപ്പോൾ പോപ്പോ പറയണം, ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ഞാൻ ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആരെയും സ്വീകരിക്കാറില്ല എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല എന്നുള്ള. ലൂക്ക പറയാണ്, ഐ ടോൾഡ് ഹിം ദാറ്റ് ബട്ട് ഹീ ഈസ് വൈൽഡ് മാൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞെങ്കിലും അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറല്ല. അദ്ദേഹം ഒരു മൃഗമനുഷ്യനെ പോലെയാണ്, ഒരു വൈൽഡ് മാൻ, ഒരു കാട്ടിൽ ജീവിക്കുന്ന ജീവിയെ പോലെയുള്ള മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറയാം. ഹീ സ്വോർ ആൻഡ് ഐ പുഷ്ഡ് ഹിംസെൽഫ് ഇൻ ടു ദ റൂം. ഹീസ് ഇൻ ദ ഡൈനിങ് റൂം നൗ. ഞാൻ അദ്ദേഹത്തോട് വാതിൽക്ക് ചെന്ന് പറഞ്ഞെങ്കിലും എന്നെ തള്ളി മാറ്റി അദ്ദേഹം അകത്തേക്ക് കടന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ എവിടെയുള്ളത്? ഡൈനിങ് റൂമിലാണുള്ളത് എന്ന് പറയാം. ലൂക്ക ഗോസ് ഔട്ട്. സെൻഡർ എൻഡേഴ്സ് ഫോളോഡ് ബൈ ലൂക്ക. അങ്ങനെ അവിടെ എന്തായിരുന്നു? ലൂക്ക കടന്നു വരുന്നു. സ്മിർനോവ് ടു ലൂക്ക, ഫൂൾ, യു മേക്ക് ടു മച്ച് നോയ്സ്, യു ആർ ആസ്. പോപ്പോ, മാഡം, ഐ ഹാവ് ദ ഓണർ ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്, ലെഫ്റ്റനൻറ്റ് ഇൻ ദ ആർട്ടിലറി. ഈ വാക്ക് ലെഫ്റ്റനൻറ്റ് എന്നാണ് വായിക്കേണ്ടത്. ലെഫ്റ്റനൻറ്റ് ഇൻ ദ ആർട്ടിലറി,
Richard country gentleman guys stop on which Smirnov. I am compelled to bother you about exceedingly important matter. ഇപ്പോൾ പറയുന്നത് നിങ്ങൾ വളരെയധികം സ്മിർനോവ് പറയാണ്, കടന്നു വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സ്മിർനോവ്. ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് സ്മിർനോവ്. ലൂക്കയോട് പറയുന്നത് ഫുൾ യു മേക്ക് സോ മച്ച്, നിങ്ങൾ വെറുതെ ശബ്ദം ഉണ്ടാക്കണ്ട, അല്ലേ, വെറുതെ ശബ്ദം ഉണ്ടാക്കണ്ട, യു ആർ ആൻ ആസ്, കഴുതാന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പിന്നെ ആരെ കാണുന്നു? മിസ്സിസ് പോപ്പോനെ പോയി കാണുകയാണ് അവർ. എന്നിട്ട് മിസ്സിസ് പോപ്പോനോട് പറയുന്നത് ഐ ഹാവ് എൻ ഓണർ ടു ഇൻട്രൊഡ്യൂസ് മൈ, ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ആരാണ്? ലഫ്റ്റനന്റ് ഇൻ ദ ആർട്ടിലറി, റിട്ടയർഡ് കൺട്രി ജെന്റിൽമാൻ. ഞാൻ ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണ്. ഐ ആം കമ്പൽ ടു ബോദർ യു അബൌട്ട് എക്സിക്ട്ലി ഇമ്പോർട്ടൻറ്റ്, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളടുത്ത് വന്നിട്ടുള്ളത്. വാട്ട് ഇസ് ഇറ്റ് യു വിഷ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സ്മിർനോവ്, യുവർ ഡിസീസ്ഡ് ഹസ്ബൻഡ്, ഇവിടെ ഡിസീസ് എന്ന വാക്കിൻ്റെ അർത്ഥം മരണമെന്നാണ്. ഡിസീസ്ഡ്, മരണപ്പെട്ട ഭർത്താവ്, വിത്ത് ഹും ഐ ഹാഡ് എൻ ഓഫ് അക്കൻറ്റഡ് ലെഫ്റ്റ് മീ 2 notes amounting to about 1200 rubles. നിങ്ങളുടെ ഭർത്താവുമായിട്ട് എനിക്കൊരു കരാറുണ്ടായിരുന്നു. കരാർ എന്താണ്? എനിക്ക് അദ്ദേഹം 1200 റൂബിൾസ് നൽകാനുണ്ട്, കരാർ പ്രകാരം നൽകാനുണ്ട്. 2 notes ഉദ്ദേശിക്കുന്നത് ഇവിടെ രേഖയാണ്. in as much as I have to pay the interest tomorrow on a loan from the agrarian bank, I should like to request madam that you pay me the money today. അപ്പോൾ എനിക്കാണെങ്കിലോ ഒരു ഇൻട്രസ്റ്റ് അടക്കാനുണ്ട്. മോറോ ഓൺ എ ലോൺ ഫ്രം ദ അഗ്രേറിയൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കുറച്ച് ക്യാഷ് ബാങ്കിൽ അടക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് എനിക്ക് തരാനുള്ള ക്യാഷ് നിങ്ങൾ എനിക്ക് തരണമെന്ന് ആര് പറയാണ്? നമ്മുടെ സ്മിർനോവ് പോപ്പോവിനോട് പറയാണ്. 1200 ആൻഡ് ഫോർ വാട്ട് വാസ് ദ ഹസ്ബൻഡ് ഇൻറ്റർപ്രറ്റ് ടു യു, എന്തിനാണ് 1200 ഒക്കെ കടം വാങ്ങിയത് നിങ്ങളിൽ നിന്ന് എന്നാണ് ചോദ്യം. സ്മിർനോവ് പറയാണ് ഹി ബോട്ട് ഓട്സ് ഫ്രം മീ, അദ്ദേഹത്തിൽ നിന്ന് ഓട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. മിസ്സസ് സ്മിർനോവ്, ഡോണ്ട് ഫോർഗെറ്റ് ടു ഗീവ് ടോബി ആൻ എക്സ്ട്രാ മെഷർ ഓഫ് ഓട്സ്, അതായത് ഈ കുതിരക്ക് കൊടുക്കാനുള്ള ഓട്സുകളൊക്കെയാണ്. അപ്പോൾ ടോബിക്ക് എക്സ്ട്രാ മെഷർ ഓട്സ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് മറന്നോ എന്ന് ചോദിക്കുകയാണ് ലൂക്കയോട്. ലൂക്ക ഗോസ് ഔട്ട്. ജോൺ ഫോർഗെറ്റ് ടു ഗീവ്, കൊടുക്കാൻ മറക്കരുത് എന്ന് ടോബിക്ക് കൊടുക്കാൻ മറക്കരുത് എന്നാണ് പറഞ്ഞത്. അത് കൊടുക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി ആരും ലൂക്ക പുറത്തു പോവാണ്. മിസ്സസ് പോപ്പോ, ഇഫ് നിക്കോളായി Mikhailovich is indebted to you, I shall of course pay you, but I am sorry, I haven't the money today. തീർച്ചയായിട്ടും എൻ്റെ ഭർത്താവ് നിങ്ങൾക്ക് നൽകാനുണ്ടെങ്കിൽ ആ ക്യാഷ് ഞാൻ തരും, പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ എന്തില്ല, ക്യാഷ് ഇല്ല. Tomorrow my manager will return from the city and I shall notify him to pay you what is due you. എന്താണ് നിങ്ങൾക്ക് നൽകാനുള്ളത്? നാളെ എൻ്റെ മാനേജർ ടൗണിൽ നിന്ന് വരാനുണ്ട്, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റിയിൽ നിന്ന് വരുന്ന എൻ്റെ മാനേജറിൽ നിന്ന് വാങ്ങിയ ഞാൻ നിങ്ങൾക്ക് നൽകും. ബട്ട് until then I cannot satisfy your request, അതുവരെ നിങ്ങൾ എന്നോട് ക്ഷമിച്ചേ പറ്റൂ. Furthermore, today is just 7 months since the death of my husband. അപ്പോൾ ഇന്ന് എൻ്റെ ഭർത്താവ് മരിച്ചതിൻ്റെ 7ാമത്തെ മാസമാണ്. and I am not in the mood to discuss money matters. അപ്പോൾ 7 മാസം കഴിഞ്ഞിട്ടും ദുഃഖം വിട്ടുമാറാത്ത ഭാര്യയായിട്ടുള്ള ആരെയാണ് നമ്മൾ കാണുന്നത്? പോപ്പോവനെയാണ് കാണുന്നത്. അതുകൊണ്ട് പണത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ മൂഡിലല്ല ഞാൻ എന്ന് അവർ പറയാണ്. Smirnov, I did not come to see manager, I came to see you. What the devil, pardon the language, do I care for your manager? ഞാൻ കാണാൻ വന്നത് നിങ്ങളെ മാനേജറല്ല, നിങ്ങളെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാഷ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്താണ് ഡു ഐ കെയർ ഫോർ, എന്താണ് എനിക്ക് എൻ്റെ മാനേജറെ കണ്ട ആവശ്യമെന്ന് സ്മിർനോവ് ചോദിക്കണം. മിസ്സസ് പോപ്പോ, റിയലി സർ, ഐ എം നോട്ട് യൂസ്ഡ് ടു സച്ച് ലാംഗ്വേജ് ഫോർ സച്ച് മാനേഴ്സ്. ഐ ഷാൾ നോട്ട് ലിസൺ ടു യു എനി ഫർദർ. എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കണ്ട, ഇത്തരം ലാംഗ്വേജ് ഞാൻ ഉപയോഗിക്കാറില്ല, അത്തരം ലാംഗ്വേജുകൾ എനിക്ക് വശമില്ല എന്ന് മിസ്സസ് പോപ്പോ പറയണം. അത് കണ്ടിട്ട് അവൾ പുറത്തു പോകുന്നു. സ്മിർനോവ്, what can one say to that? Moods. 7 months since her husband died, do I have to pay the interest or not? ഇവർ പറയണേ എന്താണ് ഇപ്പോൾ ഈ മനുഷ്യരുടെ എങ്ങനെയൊക്കെ അവസ്ഥയായാൽ അല്ലേ? ഓരോരുത്തരുടെ മൂഡുകൾ എന്താ പറയുന്നത്? ഹസ്ബൻഡ് മരിച്ചിട്ട് 7 മാസമായിട്ടുണ്ട്, ഇപ്പോഴും എനിക്ക് തരാനുള്ള കാശ് തരാൻ പറ്റുന്നില്ല എന്നാണ് ചോദ്യം. The husband is dead and all that. The manager is the devil with him, traveling somewhere. Now what am I to do? Shall I run away from my creditors in all a balloon? അപ്പോൾ ഇവർ പറയാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യും? കിട്ടാനുള്ള കാശ് കിട്ടിയാലല്ലേ കൊടുക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, എനിക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ? ഒരു ബലൂണിൽ കയറി ആകാശത്തേക്ക് പോകാൻ പറ്റുമോ? എൻ്റെ കടം വാങ്ങിയ ആളുകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ അയാൾ സ്വയം വിളിച്ച് പറയണം. സെർവൻറ്റ്, അപ്പോൾ സെർവൻറ്റിനെ വിളിക്കുന്നുണ്ട്. ലൂക്ക വരുന്നുണ്ട്. ലൂക്ക, വാട്ട്സ് ഇറ്റ് യുവർ വിഷ്, എന്താണ് നിങ്ങൾ പറയുന്നത്, എന്താ നിങ്ങൾക്ക് കേൾക്കേണ്ടത്? സ്മിർനോവ് പറയാണ് ബ്രിങ് മീ സം മോർ വാട്ടർ, എനിക്ക് കുറച്ചുകൂടി വെള്ളമാണ് വേണ്ടത്. Luca goes out. Well, what can we? A fellow stands with the knife at his throat. He needs money. അപ്പോൾ ലൂക്കറ്റിക്ക് പറയാണ് ഒരാൾ തൊണ്ടയിൽ കത്തിച്ച് നിൽക്കണം.
അയാൾക്ക് പണമാണ് ആവശ്യമുള്ളത്. ഹീ ഈസ് ഓൺ ദ പോയിന്റ് ഓഫ് ഹാങ്ങിങ് ഹിംസെൽഫ്. ഇപ്പോൾ സ്വയം തൂങ്ങിച്ചാകുന്ന അവസ്ഥയിൽ അദ്ദേഹം ഉള്ളത്. ആൻഡ് ഷീ വോണ്ട് പേ ബിക്കോസ് ഹീ ഈസ് നോട്ട് ഇൻ ദ മൂഡ് ടു ഡിസ്കസ് മണി മാറ്റേഴ്സ്. പക്ഷേ അവരാണെങ്കിൽ കൊടുക്കാനുമില്ല. കാരണം എന്താണ്, ഇത് മണി ഈ ഡിസ്കസ് ചെയ്യുന്ന അവസ്ഥയിലല്ല, അതായത് ക്യാഷ് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അവരുള്ളത്. വിമൻസ് ലോജിക്, ദാറ്റ്സ് വൈ ഐ നെവർ ലൈക്ക് ടു ടോക്ക് ടു വിമൻ ആൻഡ് വൈ ഐ ഡിസ്ലൈക്ക് ഡൂയിങ് ഇറ്റ് നൗ. ഐ വുഡ് റാദർ സിറ്റ് ഓൺ എ പൗഡർ ബാരൽ ദാൻ ടോക്ക് വിത്ത് എ വുമൺ. ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പൗഡർ ബാരലിൽ പോയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള സ്ത്രീകൾ ഇകഴ്ത്തുന്ന സംഭാഷണം നടത്തിക്കൊണ്ടാണ് ആര് പോകുന്നത്, അല്ല സ്മിർനോവ് നടത്തുന്നത്. അപ്പോൾ ലൂക്ക പോയിട്ടുണ്ട് പുറത്ത്. അപ്പോൾ തിരിച്ചു വരുന്ന ലൂക്ക പറയാണ്, ഹാൻഡ്സ് ഹിം വാട്ടർ, മാഡം ഈസ് ഇൽ ആൻഡ് ഈസ് നോട്ട് റിസീവിങ്. എന്നിട്ട് എന്താ പറയുന്നത്, മാഡത്തിന് വലിയ സുഖമില്ല, അങ്ങനെ ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നൊന്നും കേൾക്കാൻ തയ്യാറല്ല എന്നുള്ള. അപ്പോൾ മിസ്സസ് പോപ്പോവ് കംസ് ഇൻ വിത്ത് ഡൗൺ കാസ്റ്റ് ഐസ്. അപ്പോൾ മിസ്സസ് പോപ്പോവ് കടന്നു വരുന്നുണ്ട്. എങ്ങനെയാണ്, കണ്ണുകളൊക്കെ താഴോട്ടാക്കി കടന്നു വരികയാണ്. മിസ്സസ് പോപ്പോവ്, സർ, ഇൻ മൈ സോളിറ്റ്യൂഡ് ഐ ഹാവ് ബിക്കം അക്കസ്റ്റംഡ് ടു ദ ഹ്യൂമൻ വോയിസ് ആൻഡ് ഐ കനോട്ട് സ്റ്റാൻഡ് ദ സൗണ്ട് ഓഫ് ലൗഡ് ടോക്കിംഗ്. മിസ്സസ് പോപ്പോവ് പറയാണ്, ഈ വലിയ ശബ്ദങ്ങൾ തന്നെ എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഇത്തരം ആളുകളായിട്ട് സംസാരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന് പറയണം. ഐ ബെഗ് യു പ്ലീസ് ടു സീസ് ഡിസ്റ്റർബിങ് മൈ റെസ്റ്റ്. ഞാൻ റെസ്റ്റ് എടുക്കുന്നതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്, ദയവ് ചെയ്തൊന്ന് പോകണമെന്ന് പറയണം. സ്മിർനോവ്, പേ മീ മൈ മണി ആൻഡ് ഐ വിൽ ലീവ്. ഞാൻ പോകണമെങ്കിൽ എൻ്റെ കാശ് തന്നാൽ മതി, ഞാൻ പോയിക്കോളാം എന്നാണ് സ്മിർനോവ് പറയുന്നത്. മിസ്സസ് പോപ്പോവ്, യു ഹാവ് നോ ഐഡിയ ഹൗ ടു ട്രീറ്റ് എ ലേഡി. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്ത്രീയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ലെന്ന് ചോദിക്കുകയാണ്. സ്മിർനോവ്, ഓ യെസ് ഐ ഹാവ്. ഓ, എനിക്ക് നല്ല ധാരണയുണ്ട് എങ്ങനെ സംസാരിക്കുക എന്നുള്ളത്. Mrs. Popo, no, you have not. You are an ill-bred, vulgar person. Respectable people don't speak to ladies. നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങളൊരു ഇൽബ്രെഡാണ്, അതായത് നിങ്ങൾ എങ്ങനെയൊക്കെ വളർന്നു വന്ന ആളാണ്, നല്ല രീതിയിൽ വളർന്ന ആളല്ല, വൾഗർ പേഴ്സണാണ്, ഒരു വൾഗർ പേഴ്സണാലിറ്റിയാണ്. റെസ്പെക്റ്റബിൾ പീപ്പിൾ, ഈ ഒരിക്കലും ബഹുമാനീയരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കില്ല, പ്രത്യേകിച്ച് സ്ത്രീകളോട് അങ്ങനെ സംസാരിക്കാറില്ല എന്ന് പറയണം പോപ്പോ. സ്മിർനോവ് എന്താ പറയുന്ന മറുപടി, ഹൗ റിമാർക്കബിൾ, ഹൗ ഡു യു വാണ്ട് ടു വൺ സ്പീക്ക് ടു യു, പാർഡൺ മീ ഫോർ ഹാവിങ് ഡിസ്റ്റർബ്ഡ് യു. ഓ, നിങ്ങളാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്, നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നയാൾ വളരെ പരുക്കനായിട്ട് പറയണം. വാട്ട് എ ബ്യൂട്ടിഫുൾ വെദർ വി ആർ ഹാവിങ് ടുഡേ ആൻഡ് ഹൗ ദിസ് മോർണിംഗ് ബിക്കംസ് യു. ഇന്ന് നല്ല കാലാവസ്ഥയാണ്, എന്നിട്ട് നിങ്ങൾ ഈ മോൺ ഉദ്ദേശിക്കുന്ന ഇവിടെ രാവിലെ എന്നല്ല, MOR അല്ല, MOUR ആണ് അതിൻ്റെ സ്പെല്ലിങ്. അതിൻ്റെ മീനിങ് എന്താണ്, വിലപിക്കലാണ്, അല്ലേ? ഹൗ ദിസ് മോർണിംഗ് ബിക്കംസ് യു, എങ്ങനെയാണ് ഈ നല്ല പ്രഭാതത്തിൽ, നല്ല ദിവസത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ കഴിയുന്നതെന്ന് സ്മിർനോവ് ചോദിക്കണം. ഹി മേക്സ് എ ലോ ബോ വിത്ത് മോക്ക് സെർമണി. എന്നിട്ട് ഇങ്ങനെ തല താഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ തല താഴ്ത്താൻ. മിസ്സസ് പോപ്പോ, ഐ തിങ്ക് ഇറ്റ്സ് വൾഗർ നോട്ട് അറ്റ് ഓൾ ഫണി. നിങ്ങൾ കാണിക്കുന്നതൊന്നും അത്ര തമാശയല്ല, അതൊക്കെ ഒരു വൾഗർ എക്സ്പ്രഷൻസ് ആണെന്ന് പറയണം. സ്മിർനോവ്, ഇൻറ്റിമിഡേറ്റിംഗ് ഹർ നോട്ട് അറ്റ് ഓൾ ഫണി. അപ്പോൾ അവളെ തടസ്സപ്പെടുത്തിക്കൊണ്ട്, ഇമിറ്റേറ്റിംഗ്, അവളെ അനുകരിച്ചുകൊണ്ട് പറയാണ്, നോട്ട് അറ്റ് ഓൾ ഫണി, വൾഗർ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ബിഹേവ് ഇൻ ദ കമ്പനി ഓഫ് ലേഡീസ്. മാം, ഇൻ ദ കോഴ്സ് ഓഫ് മൈ ലൈഫ് ഐ ഹാവ് സീൻ മോർ വിമൻ ദാൻ യു ഹാവ് സ്പാരോസ്. അപ്പോൾ നിങ്ങൾ കുരുവികളെ കണ്ടതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും എനിക്ക് എങ്ങനെയാണ് സ്ത്രീകളായിട്ട് പെരുമാറാൻ അറിയില്ല എന്ന് ഇയാൾ പറയണം. 3 times I have fought duels for women. 12 I jilted and 9 jilted me. very തമാശ രൂപത്തിൽ പറയണം. ഞാൻ ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, ഞാൻ അവരുമായിട്ട് മല്ലയുദ്ധം നടത്തിയിട്ടുണ്ട്. 12 jilted, അതിൽപ്പെട്ട 12 സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനവരെ നൈസായിട്ട് ഒഴിവാക്കി. 9 jilted me, അതിൽപ്പെട്ട 9 എന്നെയും ഒഴിവാക്കി. ഐ ആം നോട്ട് സ്പീക്കിംഗ് ഓഫ് പ്രസൻറ്റ് കമ്പനി, ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇപ്പോഴത്തെ കമ്പനിയെ കുറിച്ചല്ല, ബട്ട് ഓഫ് വിമൻ ഇൻ ജനറൽ, പൊതുവായിട്ടുള്ള സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. ഫ്രം ദ ചൈനീസ് ടു ദ ഗ്രേറ്റസ്റ്റ് ദേ ആർ കൺസീറ്റഡ്, ഹിപ്പോക്രിറ്റിക്കൽ, ചാറ്ററിങ്, ഒഡിയസ്, ഡിസിറ്റ്ഫുൾ, ഫ്രം ടോപ്പ് ടു ടോപ്പ്. എന്നിട്ട് ഓരോ സ്ത്രീകളുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച്, അവരുടെ ദൂഷ്യ സ്വഭാവത്തെക്കുറിച്ച് പറയാണ്. ഫ്രം ദ ചൈനീസ് ടു ദ ഗ്രേറ്റസ്റ്റ്, ഏറ്റവും നിസ്സാരമായ സ്ത്രീ മുതൽ ഏറ്റവും മാത്രമായ സ്ത്രീകളെ വരെ ഞാൻ പരിചയപ്പെട്ടില്ല. അവരെന്താണ്, കൺസീറ്റഡ്, ചതിക്കുന്നവരാണ്, ഹിപ്പോക്രിറ്റിക്കലാണ്, വഞ്ചനാപരമായിട്ട് പെരുമാറുന്നവർ, പിന്നെന്താ പറയുക, കാപ്പറ്റ്യത്തോട് പെരുമാറുന്നവർ, ചാറ്ററിങ്, ഒഡിയസ്, ഡിസീറ്റ്ഫുൾ, ഫ്രം, ഇതൊക്കെ ഡിസീറ്റ്ഫുള്ളൊക്കെ തന്നെ മീനിങ്. ഫ്രം ടോപ്പ് ടു ടോപ്പ്, അടി മുതൽ മുടി വരെ അവരങ്ങനെയാണ്. വെയിൻ, പിന്നെന്താണ്, പെറ്റി, ക്രൂവൽ വിത്ത് മാഡനിങ് ലോജിക്. വെയിൻ എന്താണ്, പിന്നെ നമ്മളൊരു പൊങ്ങച്ചൊക്കെ കാണിക്കുന്നവർ, അല്ലേ?
പിന്നെ മാഡനിങ് ലോജിക്, ഭ്രാന്തമായ ആശയങ്ങളുള്ളവരാണ് അവർ. യു ഹാവ് ദ മിസ്ഫോർച്യൂൺ ടു ബി എ വുമൺ, നിർഭാഗ്യവശാൽ നിങ്ങളും ഒരു സ്ത്രീയായി മാറി. ആൻഡ് നാച്ചുറലി യു നോ വിമൻസ് നേച്ചർ. ടെൽ മീ, ഹാവ് യു എവർ ഇൻ യുവർ ലൈഫ് സീൻ എ വുമൺ വാസ് റിയലി ടു അൺഫെയ്ത്ത്ഫുൾ? നിങ്ങളൊരു കാര്യം പറയൂ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള വിശ്വാസയോഗ്യമായ സ്ത്രീയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് തിരിച്ചൊരു ചോദ്യം പോപ്പോനോട് ചോദിക്കണം. നെവർ. നിങ്ങളൊരിക്കലും കാണാൻ സാധ്യതയില്ല. ഓൺലി ദ ഓൾഡ് ആൻഡ് ദ ഡിഫോംഡ് ആർ ടു അൺഫെയ്ത്ത്ഫുൾ എന്നിട്ട് പറയാണ്. ഒന്നുകിൽ അവർ വയസ്സായ സ്ത്രീകളായിരിക്കണം, അല്ലെങ്കിൽ അത്ര കാണാൻ ഭംഗിയില്ലാത്തവരായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ആളുകളായിരിക്കും. ഇവരൊക്കെ ആണെങ്കിൽ പിന്നെ വിശ്വസിക്കാം, അല്ലാത്തവർ വിശ്വസിക്കാൻ സാധ്യമല്ല എന്ന് പോപ്പോവിനോട് പറയണം. അപ്പോൾ മിസ്സസ് പോപ്പോ എന്താ പറയുന്നത്? ബട്ട് അലോ മീ ടു ആസ്ക് ഹൂ ഈസ് ട്രൂ ആൻഡ് ഫെയ്ത്ത്ഫുൾ ഇൻ ലവ്, ദ മാൻ പെർഹാപ്സ്. അപ്പോൾ ചോദിക്കുകയാണ്. പോപ്പോവിൻ്റെ അനുഭവം നേരെ തിരിച്ചാണ്. കാരണം എന്താണ്, ഇവർ നേരത്തെ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് വിശ്വാസയോഗ്യനല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ചു ചോദിക്കുന്ന പോപ്പോ, അലോ മീ ടു സ്പീക്ക്, അലോ മീ ടു ആസ്ക്, എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ. ഹൂ ഈസ് ട്രൂ ആൻഡ് ഫെയ്ത്ത്ഫുൾ ഇൻ ലവ്, സ്നേഹിക്കുന്ന കാര്യത്തിൽ ആരാണ് വിശ്വാസയോഗ്യനായിട്ടുള്ളത്? ദ മാൻ പെർഹാപ്സ്, മനുഷ്യരാണോ, ആണുങ്ങളാണോ? ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം സ്മിർനോ. യെസ് ഇൻഡീഡ് ദ മാൻ, തീർച്ചയായിട്ടും ആണിനെ വിശ്വസിക്കാമെന്ന് സ്മിർനോ പറയാണ്. സ്മിർനോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവൻ 12 ആൾക്കാർ എന്തായിട്ടുണ്ട്, അവൻ സഹിച്ചു പോയിട്ടുണ്ടെന്ന് അല്ലേ. ആ സ്മിർനോവാണ് പറയുന്നത് തീർച്ചയായിട്ടും ആണിനെ വിശ്വസിക്കാം. അപ്പോൾ പോപ്പോ എന്താ പറയുന്നത്? ദ മാൻ ഷീ ലോവ്സ് സർക്കാസ്റ്റിക്കലി. അപ്പോൾ വളരെ പരിഹാസ്യമായിട്ട് ചിരിക്കുകയാണ് പോപ്പോ. ദ മാൻ ട്രൂ ആൻഡ് ഫെയ്ത്ത്ഫുൾ ഇൻ ലവ്, വെൽ ദാറ്റ് ഇസ് സംതിങ് ന്യൂ. ഞാൻ പുതുതായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് ആണുങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നുള്ള കാര്യം, ബിറ്റർലി. എന്നിട്ട് കുറച്ച് വെറുപ്പോടെ പറയാണ്. ഹൗ കാൻ യു മേക്ക് സച്ച് എ സ്റ്റേറ്റ്മെൻറ്റ്, എങ്ങനെയാണ് നിങ്ങൾക്കത് പറയാൻ പറ്റുക? ഐ മേ ആസ് വെൽ സേ that of all the men I have known, my husband was the best. I loved him passionately with all my soul, as only a young, sensible woman may love. I give him my youth, my happiness, my fortune, my life. പക്ഷേ എൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്താണത്? ഞാൻ എൻ്റെ ഭർത്താവിനെ എല്ലാ രീതിയിലും സ്നേഹിച്ചു. ഞാൻ അദ്ദേഹത്തെ വളരെ വികാരപരമായി സ്നേഹിച്ചു. സെൻസിബിളായിട്ടുള്ള ഒരു വുമണായിട്ട് ഞാൻ അദ്ദേഹത്തോട് പെരുമാറി. എൻ്റെ സ്നേഹവും എൻ്റെ യുവത്വവും എല്ലാം ഞാൻ അദ്ദേഹത്തിന് നൽകി. എൻ്റെ ആത്മാവും ഞാൻ അദ്ദേഹത്തിന് നൽകി. എൻ്റെ പിന്നെ ഹാപ്പിനെസ്, സന്തോഷം, ഫോർച്യൂൺ, എൻ്റെ സൗഭാഗ്യങ്ങൾ, എൻ്റെ ജീവിതത്തിലെല്ലാം ഞാൻ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. ദിസ് ബെസ്റ്റ് ഓഫ് മാൻ ബിട്രൈഡ് മീ ഇൻ എവറി പോസിബിൾ വേ. പക്ഷേ ഈ മനുഷ്യൻ, മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ച് പറയാണ്, പക്ഷേ ആ മനുഷ്യൻ എന്നെ എല്ലാ രീതിയിലും വഞ്ചിച്ചു. ബിട്രൈ എന്ന വാക്കിന് ശരിക്കും ഒറ്റിക്കൊടുത്തു എന്നുള്ള. ആഫ്റ്റർ ഹിസ് ഡെത്ത് ഐ ഫൗണ്ട് ഹിസ് ഡെസ്ക് ഫിൽഡ് വിത്ത് ലവ് ലെറ്റേഴ്സ്. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഡെസ്കിൽ നിറയെ കിടക്കുന്ന ലവ് ലെറ്റേഴ്സ് കണ്ടത്, പ്രേമ ലേഖനങ്ങളെ കണ്ടത്. ഹീ വേസ്റ്റഡ് മൈ മണി ആൻഡ് മെയ്ഡ് ഫൺ ഓഫ് മൈ ഫീലിങ്സ്. സത്യത്തിൽ അദ്ദേഹം എന്നെ വഞ്ചിക്കുകയായിരുന്നു, അദ്ദേഹം എൻ്റെ പണം ദുരുപയോഗപ്പെടുത്തുകയായിരുന്നു. ആൻഡ് ഇൻ സ്പൈറ്റ് ഓഫ് എവറിത്തിങ് ഐ ട്രസ്റ്റഡ് ഹിം ആൻഡ് വാസ് ട്രൂ ടു ഹിം. എന്നിട്ടും ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. ആൻഡ് മോർ ദാൻ ദാറ്റ്, അതിലുപരി ഹീ ഈസ് ഡെഡ് ആൻഡ് ഐ ആം സ്റ്റിൽ ട്രൂ ടു ഹിം. നോക്കൂ, മരിച്ചതിന് ശേഷം പോലും ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോഴും ദുഃഖിതരായി നിൽക്കുന്നത്. I have buried myself within these 4 walls and I shall wear this mourning to my grave. ഞാനിപ്പോഴും എന്താണ്, ഈ വാളിൽ, ഈ ഒരു 4 ചുമരുകൾക്കുള്ളിൽ എൻ്റെ ദുഃഖം കടിച്ചമർത്തി ഒരു ഗ്രേവ് യാർഡിൽ കഴിയുന്ന പോലെ, ഒരു ശവകുടീരത്തിൽ കഴിയുന്ന പോലെ കഴിയുകയാണ് ഞാൻ എന്ന് ഇവർ പറയാണ്. സ്മിർനോ ഇത് കേട്ടിട്ട് സ്മിർനോ ചിരിക്കുകയാണ്. എന്താ പറയുന്നത്? മോർണിംഗ്, വാട്ട് ഓൺ എർത്ത് യു ടേക്ക് മീ ഫോർ. ഓ, വിലാപമാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? I did not know why you buried yourself within these 4 walls. എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ കഴിയുന്നതെന്ന്. Such a secret, so romantic, some night will pass the castle, gaze up at the windows, and thinks to himself. നിങ്ങൾ വലിയ റൊമാൻറ്റിക് ആയിട്ടാണോ ഇത് കാണുന്നത്? സീക്രട്ട്, വളരെ രഹസ്യമായിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത്? ദ കാസൽ, ഈ കൊട്ടാരത്തിലെ കടന്നു പോകുന്ന നൈറ്റ് ഉദ്ദേശിക്കുന്നത് ഇവിടെ രാത്രിയല്ല, ഈ രാത്രി പിന്നെ കാവൽക്കാരെയുള്ള ആളുകളാണ്. Gaze up at the window and think to himself. Here dwells the mysterious Tamara who, for love of her husband, has buried herself within 4 walls. I understand the art. അപ്പോൾ ടമാറ ഒരു കഥാപാത്രമാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ രൂപമായിട്ടുള്ള അവരൊരു പക്ഷേ എല്ലാ രാത്രിയും ഈ വീട്ടിലേക്ക് വന്ന് ജനലിലൂടെ നോക്കിയിട്ട് ഇങ്ങനെ പറയും, എന്നെ സ്നേഹിച്ച അല്ലെ, ഫോർ ലവ് ഫോർ ഹസ്ബൻഡ്, തൻ്റെ ഭർത്താവിനെ സ്നേഹിച്ച അവർ സ്വയം ഒരു കുഴിമാടം ഒരുക്കി റൂമിൽ ഇങ്ങനെ കഴിയുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കാൻ നിൽക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് പോപ്പോവിനെ കളിയാക്കുകയാണ് ആര്? സ്മിർനോ. അപ്പോൾ പോപ്പോ എന്താ പറയുന്നത്? വാട്ട് ഡു മീൻ ബൈ സച്ച് തിങ്സ് ടു മീ. നിങ്ങൾ എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്നെ കളിയാക്കണോ എന്ന് മിസ്സസ് പോപ്പോ ചോദിക്കുന്നു. സ്മിർനോ എന്താ പറയുന്നത്? യു ഹാവ് ബറീഡ് യുവർ സെൽഫ് അലൈവ് ബട്ട് മീൻ വൈൽ യു ഹാവ് നോട്ട് ഫോർഗോട്ടൻ ടു പൗഡർ യുവർ നോസ്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ സ്വയം ദുഃഖിതയായി കഴിയുക എന്നുള്ളത് അല്ലേ.
പക്ഷേ അതേസമയം നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, മറന്നിട്ടില്ല ടു പൗഡർ യുവർ നോസ്. അപ്പോൾ മുഖത്ത് പൗഡർ ഇടാൻ മറന്നിട്ടില്ല എന്ന് പറയാണ്. ദുഃഖമുള്ള ആൾക്കാർക്ക് ഒരിക്കലും അതിന് ഓർമ്മ ഉണ്ടാവില്ല എന്ന് സ്മിർനോവ് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പപ്പോ എന്താ പറയുന്നത്, കൈൻഡ്ലി ലീവ് ദ ഹൗസ്, ദയവേത് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് പോകണമെന്ന് പപ്പോ പറയാണ്. സ്മിർനോവ് ഗീവ് മീ ദ മണി, ഞാൻ പോകാം പക്ഷെ പണം തരുമെന്ന് സ്മിർനോവും പറയാണ്. അങ്ങനെ അതിനിടയിലേക്ക് വീണ്ടും ബെല്ലടിക്കുന്നു. ആര് കടന്നു വരുന്നു? ലൂക്ക കടന്നു വരുന്നു. അവരെ ബെല്ലടിക്കുന്നത് പരിചാരനെ വിളിക്കുകയാണ്. മിസ്സസ് പപ്പോ ലൂക്ക ഷോ ദ ജെന്റിൽമാൻ ഔട്ട്. പപ്പോവിനോട് പറയാണ്, പോപ്പോ ലൂക്കയോട് പറയാണ് ഇയാളെ പുറത്താക്കൂ. ഷോ ഔട്ട് ഉദ്ദേശിക്കുന്നത് പുറത്താക്കാൻ. ലൂക്ക ഗോയിങ് ടു സ്മിർനോവ്, സ്മിർനോവ് അടുത്തേക്ക് പോവാണ്. സർ വൈ ഡോണ്ട് യു ലീവ് വെൻ യു ആർ ഓർഡേഡ്, വാട്ട് യു വാണ്ട്? നിങ്ങളെന്താ നിങ്ങളോട് പോകാൻ പറഞ്ഞിട്ട് പോകാത്ത എന്ന് ലൂക്ക ചോദിക്കുകയാണ്. എന്താ വേണ്ടത്? സ്മിർനോവ് പറയാണ് ജമ്പിങ് അപ്പ്. പപ്പ എണീൽക്കാണ്. ഹും ഡു യു തിങ്ക് യു ആർ ടോക്കിംഗ് ടു, ഐ വിൽ ഗ്രൈൻഡ് യു ടു പൗഡർ. അപ്പോൾ സ്മിർനോവ് ദേഷ്യത്ത് പറയാണ്, ഞാൻ ആരോട് സംസാരിക്കുന്നത്? ഞാൻ എന്നെ പൗഡറാക്കി മാറ്റുന്നു അല്ലേ, ഇടിച്ച് പരത്തുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ലൂക്ക എന്താ പറയുന്നത്? പുട്സ് ഹിസ് ഹാൻഡ് ടു ഹിസ് ഹാർട്ട്, ഗുഡ് ലോർഡ്, ഹി ഡ്രോപ്സ് ഇൻ ടു എ ചെയർ, ഓ ഐ എം ഇൽ, ഐ കാൺ ബ്രത്ത്. എന്നിട്ട് ലൂക്ക തൻ്റെ കൈ എന്ത് ചെയ്യുന്ന അയാളുടെ ഹൃദയത്തിൽ വെക്കണം. ഗുഡ് ലോർഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താണ് ഹൃദയത്തിൽ വെച്ചിട്ട് താഴെ ചെയറിലിരിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുകയാണ് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയാണ്. പേടിച്ചിട്ടുണ്ട്. മിസ്സസ് പോപ്പോ ലീവ് ഗെറ്റ് ഔട്ട്. സ്മിർനോട് പറയാണ് പുറത്തിറങ്ങും. സ്മിർനോവ് കൈൻഡ്ലി ബി എ ലിറ്റിൽ മോർ പൊളൈറ്റ്, ഒന്നുകൂടി മാന്യമായിട്ട് സംസാരിക്കണമെന്ന് സ്മിർനോവ് പറയാണ്. മിസ്സസ് പോപ്പോ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഹർ ഫിസ്റ്റ് ആൻഡ് സ്റ്റാമ്പിങ് ഹർ ഫീറ്റ്, കൈ ഇങ്ങനെ മുഷ്ടിച്ചുരുട്ടി അടിക്കുന്നുണ്ട്, നിലത്ത് കാൽ ചവിട്ടുന്നുണ്ട്. യു ആർ വൾഗർ, യു ആർ എ ബോർ, എ മോൺസ്റ്റർ. ബോർ ഉദ്ദേശിക്കുന്നത് നമ്മളതിൻ്റെ ടൈറ്റിലാണ്. വേറെന്താണ്? ഒരു അപരിഷ്കൃതനായിട്ടുള്ളതാണ്. എ മോൺസ്റ്റർ, നിങ്ങളാരാണ്? ഒരു മോൺസ്റ്റർ ആണെന്ന് പറയാണ്. സ്മിർനോവ് ആൻഡ് യു തിങ്ക് ദാറ്റ് ബിക്കോസ് യു ആർ എ റൊമാൻറ്റിക് ക്രിയേച്ചർ യു ക്യാൻ ഇൻസൾട്ട് മീ വിത്തൗട്ട് ബീങ് പണിഷ്ഡ്, ഐ ചാലഞ്ച് യു. ആൻഡ് യു തിങ്ക് ദാറ്റ് ബിക്കോസ് യു ആർ റൊമാൻറ്റിക്, നിങ്ങളൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ആളായതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യു ക്യാൻ ഇൻസൾട്ട് മീ വിത്തൗട്ട് ബീങ് പണിഷ്ഡ്, നിങ്ങളങ്ങനെ ഒരു ശിക്ഷയും ഏറ്റുവാങ്ങാതെ എന്നെ അപമാനിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഐ ചലഞ്ച് ചെയ്യൂ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന് സ്മിർനോവ് പറയാണ്. ലുക്ക മേഴ്സിഫുൾ ഹാവ് ആൻഡ് വാട്ടർ. അപ്പോൾ ലുക്ക കുറച്ച് വെള്ളം തരും എന്ന് പറയുന്നുണ്ട്. വി ആർ ഹാവ് എ 12. അപ്പോൾ സ്മിർനോവ് പറയാണ് നമുക്കൊരു ദ്വന്ദ്വയുദ്ധം നടത്താം. മിസ്സസ് പോപ്പോ യു വിഷ് ടു ഫൈറ്റ് എ ഡ്വൽ, വെരി വെൽ, അങ്ങനെ ചെയ്യണോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നന്നായി, നല്ല കാര്യം. സ്മിർനോവ് ഇമ്മീഡിയറ്റ്ലി, ഇപ്പോൾ തന്നെ വേണമെന്ന്. മിസ്സസ് പോപ്പോ ഇമ്മീഡിയറ്റ്ലി, മൈ ഹസ്ബൻഡ് ഹാഡ് പിസ്റ്റൾസ്, ഐ വിൽ ബ്രിങ് ദം. എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ പിസ്റ്റൾ ഉണ്ടായിരുന്നു, തോക്ക്, ഞാനിപ്പോൾ കൊണ്ടുവരാം. ഷീ ബറീസ് അവേ ദെൻ ടേൺസ്, ഷീ ഹറീസ് അവേ, അവൾ പെട്ടെന്ന് ധൃതിയിൽ നടക്കുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു. വാട്ട് എ പ്ലഷർ ഇറ്റ് വിൽ ബി ടു പുട്ട് എ ബുള്ളറ്റ് ഇൻ യുവർ ഇംപ്യുഡൻറ്റ് ഹെഡ്, ദ ഡെവിൾ ടേക്ക് യു. ഞാനൊരു ബുള്ളറ്റ് നിങ്ങളുടെ തലയിൽ കയറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്, അതോടുകൂടി നിങ്ങളെ കൊണ്ടുപോയിക്കൊള്ളുന്നു അല്ലേ, ഷെയ്ത്താൻ കൊണ്ടുപോയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഷീ ഗോസ് ഔട്ട്. സ്മിർനോവ് ഐ വിൽ ഷൂട്ട് ഹർ ഡൗൺ. അപ്പോൾ അവരങ്ങോട്ട് ദെൻ റിട്ടേൺസ് ഉദ്ദേശിക്കുന്നത് അവിടെ തിരിച്ചു വരുന്നതാണ്. അതായത് തിരിച്ചു വരില്ല, തിരിഞ്ഞു നോക്കണം. അങ്ങനെ ധൃതിയിൽ പോകുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ സ്മിർനോവ് എന്താ പറയുന്നത്? ഐ വിൽ ഷൂട്ട് ഹർ ഡൗൺ, ഐ ആം നോ സെൻറ്റിമെൻ്റൽ യങ് പപ്പി, ഫോർ മീ ദർ ഇസ് നോ വീക്കർ സെക്സ്. അപ്പോൾ എന്താണ്, ഞാൻ ഇപ്പോൾ അവളെ വെടിച്ചിടും അല്ലേ. അവരോട് പറയുന്നത് ലൂക്കയോട് പറയാണ്. ലൂക്കയോട് ഇരിക്കുന്നുണ്ടല്ലോ, അവളെപ്പോൾ ഞാൻ വെടിവെക്കും. എനിക്കങ്ങനെ ആരോടും പ്രത്യേകിച്ച് അങ്ങനെ സെൻറ്റിമെൻറ്റിലൊന്നുമില്ല, സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്ന ആളല്ല. ഫോർ മീ ദർ ഇസ് നോ വീക്കർ സെക്സ്, എനിക്ക് സ്ത്രീ പുരുഷനൊന്നുമില്ല ഈ കാര്യത്തിൽ. ലൂക്ക, അപ്പോൾ ലൂക്ക പേടിച്ചു കരയാണ്. ഓസർ ഗോ അവേ, ദൈവം ഒന്ന് പുറത്ത് പോകും. അപ്പോൾ മിസ്സസ് പൂപ്പോ തിരിച്ചു വരുന്നുണ്ട്. ഹിയർ ആർ ദ പിസ്റ്റൾസ്, ബട്ട് ബിഫോർ വി ഹാവ് ഔട്ട് ഡ്യുവൽ പ്ലീസ് ഷോ മീ ഹൗ ടു ഷൂട്ട്, ഐ ഹാവ് നെവർ ഹാഡ് എ പിസ്റ്റൾ ഇൻ മൈ ഹാൻഡ് ബിഫോർ. അപ്പോൾ മിസ്സസ് പൗ തിരിച്ചു കൊണ്ട് പറയുകയാണ്, ഒരു കാര്യമുണ്ട്, പിസ്റ്റൾ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എനിക്കറിയില്ല എങ്ങനെ ഷൂട്ട് ചെയ്യണം, അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കാം. ലൂക്ക, ഗോഡ് ബി മേഴ്സിഫുൾ ആൻഡ് ഹാവ് പിറ്റി അപ്പോൺ us, ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് എ ഗാർഡനർ ആൻഡ് ദ കോച്ച്മാൻ, വൈ വാട്ട് ഹാസ് ദിസ് ഹൊറർ കംസ് ടു us. അപ്പോൾ ലൂക്ക പേടിച്ചിട്ട് പറയുകയാണ്, ഇതിപ്പോൾ എന്തെങ്കിലും തീരുമാനമാക്കണം, അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പുറത്ത് പോയിട്ട് ഗാർഡനറൊക്കെ വിളിച്ചു വരാം, അത് അല്ലെങ്കിൽ എന്താ നമ്മുടെ വെടിവെപ്പ് നടന്ന ആരെങ്കിലും മരിക്കുമെന്ന് പേടിച്ചിട്ട് ലൂക്ക പുറത്ത് പോവാണ്. ഹി ഗോസ് ഔട്ട്. സ്മിർനോവ് ലുക്കിംഗ് അറ്റ് ഹിസ് പിസ്റ്റൾ. അപ്പോൾ സ്മിർനോവ് തൻ്റെ ആ പിസ്റ്റളിലേക്ക് നോക്കി നിൽക്കുകയാണ്. യു സി ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ്, ദർ ആർ സ്പെഷ്യൽ ഡ്വെല്ലിംഗ് പിസ്റ്റൾസ്. ഇവിടെ വ്യത്യസ്തമായ പിസ്റ്റളുകളുണ്ട്. ക്യാപ്പ് ആൻഡ് ബോൾ ഉള്ളത്. വാട്ട് ദീസ് ആർ റിവോൾവ്സ്, സ്മിത്ത് ആൻഡ് വെസ് എന്നൊക്കെ ഒരു കമ്പനിയാണ്, സ്മിത്ത് ആൻഡ് വെസ്സൺ, വിത്ത് എജക്ടേഴ്സ്, ഫൈൻ പിസ്റ്റൾസ്, എ പെയർ ലൈക്ക് ദാറ്റ് കോസ്റ്റ് അറ്റ്ലീസ്റ്റ് 90 rubles. ദിസ് ഈസ് ദ വേ ടു ഹോൾഡ് എ റിവോൾവർ. എസൈഡ് ദോസ് ഐസ് എ റിയൽ വുമൺ. അപ്പോൾ ഓരോതിനെ കുറിച്ച് പറയാണ്. ആരാ പറയുന്നത്? പിന്നെ സ്മിർനോവ് പറഞ്ഞു കൊടുക്കണം. ഇത് ഓരോ കമ്പനികളാണ്. ഇതിനെക്കുറിച്ച് ആർക്കും ബോധമില്ല. പൊപ്പോവിന് വലിയ ബോധമൊന്നുമില്ല, വലിയ അറിവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇത് ഏതൊക്കെ കമ്പനി, ഇത് എങ്ങനെയൊക്കെ പിടിക്കണം, എങ്ങനെയൊക്കെയാണ്
വെടി വെക്കേണ്ടത് എന്നൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. മിസ്സസ് പപ്പോ ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ചോദിക്കുന്നുണ്ട്. സ്മിർനോ യെസ് ദാറ്റ് വേ. ദെൻ യു പുൾ ദ ഹാമർ ബാക്ക്, എന്നിട്ട് ആ ഹാമർ പിടിച്ച് പിന്നോട്ട് വലിക്കണം. സോ ദെൻ യു എയിം പുട്ട് യുവർ ഹെഡ് ബാക്ക് എ ലിറ്റിൽ, കുറച്ച് പിന്നോട്ട് തല വലിക്കുക, തല മാറ്റുക. ജസ്റ്റ് സ്ട്രെച്ച് യുവർ ആം ഔട്ട്, തൻ്റെ കൈ നീട്ടി പിടിക്കുക. പ്ലീസ്. സോ ദെൻ പ്രസ് യുവർ ഫിംഗർ ഓൺ ദ തിങ് ലൈക്ക് ദാറ്റ്, എന്നിട്ട് ആ അതിൽ നിന്ന് പ്രസ് ചെയ്യണം ഫിംഗർ. ആൻഡ് ദാറ്റ് ഈസ് ഓൾ. ദ ചീഫ് തിങ് ഈസ് ദിസ്, ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്, ഡോണ്ട് ഹറി യുവർ എയിം ആൻഡ് ടേക്ക് കെയർ ദാറ്റ് യുവർ ഹാൻഡ് ഡസ് നോട്ട് ട്രംബിൾ. പക്ഷേ പിടിച്ചു വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും കൈ വിറക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമൊക്കെ പോപ്പോവിന് സ്മിർനോ കൊടുക്കുകയാണ്. പോപ്പോ ഇറ്റ് ഈസ് നോട്ട് വെൽ ടു ഷൂട്ട് ഇൻസൈഡ്, ലെറ്റ്സ് ഗോ ഇൻ ടു ദ ഗാർഡൻ. ഇത് അകത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല, നമുക്ക് പുറത്തു പോകാമെന്ന് പറയാണ് പോപ്പോ. സ്മിർനോ യെസ് ഐ വിൽ ടെൽ യു നൗ, ഐ ആം ഗോയിങ് ടു ഷൂട്ട് ഇൻ ടു ദ എയർ. ഞാൻ പിന്നെ വായുവിലേക്ക് വെടിച്ച് കാണിച്ചു തരാമെന്നുള്ളത് സ്മിർനോ പറയണം. മിസ്സസ് പോപ്പോ ദാറ്റ് ഇസ് ടു മച്ച് വൈ, അത് മതി, ബിക്കോസ് ദാറ്റ്സ് മൈ ബിസിനസ്. അങ്ങനെയാണ് എനിക്ക് ശീലം, അതാണ് എൻ്റെ ബിസിനസ് അല്ലേ. മിസ്സസ് പോപ്പോ എന്തിനാണ് അവിടെ പോകുന്നുള്ള ചോദ്യം. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യാമെന്ന് പറയാം. മിസ്സസ് പോപ്പോ യു ആർ അഫ്രൈഡ്. യെസ് നോ മൈ ഡിയർ സർ, പ്ലീസ് ഫോളോ മീ. ഐ വോണ്ട് റെസ്റ്റ് അണ്ടിൽ ഐ ഹാവ് മെയ്ഡ് എ ഹോൾ ഇൻ ദാറ്റ് ഹെഡ് ഐ ഹേറ്റ് സോ മച്ച്. ആർ യു അഫ്രൈഡ്? അപ്പോൾ പോപ്പോ പറയാണ്, നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ എൻ്റെ കൂടെ വരൂ. എനിക്ക് ആ തലയിലൊരു ബുള്ളറ്റ് കയറ്റുന്നവരെ എനിക്ക് വിശ്രമമില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സ്മിർനോ യെസ് ഐ ആം അഫ്രൈഡ്, എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. സോ മിസ്സസ് പോപ്പോ യു ആർ ലൈങ്. ഐ ആം അഫ്രൈഡ് എന്നുള്ള വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, എനിക്കങ്ങനെ തോന്നുന്നു എന്ന അർത്ഥം കൂടിയുണ്ട് കേട്ടോ. വൈ വോണ്ട് യു ഫൈറ്റ്, നിങ്ങൾ എന്തിനാണ് ഫൈറ്റ് ചെയ്യാൻ വരാത്തതെന്ന് ചോദിക്കാനാണ്. സ്മിർനോ ബിക്കോസ് ഐ ലൈക്ക് യു. അപ്പോൾ സ്മിർനോ പറയാണ്, എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പേടിയുണ്ടായിട്ടില്ല, ബിക്കോസ് ഐ ലൈക്ക് യു, ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. മിസ്സസ് പോപ്പോ ദെൻ ആംഗ്രി ലോഫ്, അത് ദേഷ്യത്തോട് ചിരിക്കുകയാണ്. യു ലൈക്ക് മീ, ഹി ഡയർസ് ടു സേ ഹി ലൈക്സ് മീ, ഷീ പോയിന്റ്സ് ടു ദ ഡോർ, ഗോ. പോപ്പോ പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. ഓ എത്ര ധൈര്യത്തോടുകൂടി നിങ്ങൾ പറഞ്ഞ് ദേഷ്യത്തോട് പറയാണ് പുറത്തു പോകാൻ. സ്മിർനോ ലൈങ് ഹർ റിവോൾവർ സൈലൻ്റ്ലി ഓൺ ദ ടേബിൾ ടേക്സ് ഹിസ് ഹാറ്റ് ആൻഡ് സ്റ്റാർട്ട്സ്. അറ്റ് ദ ഡോർ ഹി സ്റ്റോപ്സ് എ മൊമെന്റ് ഗേസിങ് അറ്റ് ഹർ സൈലൻ്റ്ലി, ദെൻ ഹി അപ്രോച്ചസ് ഹർ ഹെസിറ്റേറ്റിംഗ്. പുറത്തു പോകാൻ നിൽക്കുന്ന ഇയാൾ പതുക്കെ ഒരു നോട്ടം തിരിച്ച് നോക്കുന്നുണ്ട്, എന്നിട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെ സ്മിർനോവ് പോപ്പോവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആർ യു സ്റ്റിൽ ആംഗ്രി? ലിസൺ, ആർ യു സ്റ്റിൽ ആംഗ്രി? നിങ്ങൾക്ക് ഇപ്പോഴും ദേഷ്യമുണ്ടോ? ഐ വാസ് മാഡ് ആസ് ദ ഡെവിൾ ബട്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ ദേഷ്യത്തോടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എന്നെ മനസ്സിലാക്കണം. ഹൗ കാൻ ഐ എക്സ്പ്രസ് മൈസെൽഫ്? എനിക്ക് എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല. ദ തിങ് ഈസ് ലൈക്ക് ദിസ്, സച്ച് തിങ്സ് ആർ. ഹി റൈസസ് ഹിസ് വോയിസ്. ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് എനിക്കറിയില്ല, അറിയില്ലാത്തതുകൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണെന്നൊക്കെ പറയാം. നൗ ഇറ്റ് ഈസ് മൈ ഫോൾട്ട് ദാറ്റ് യു ഓ മീ മണി. എൻ്റെ കുഴപ്പമാണ് നിങ്ങൾ എനിക്ക് പണം തരാനുള്ളത്. ഗ്രാസ് ബാക്ക് ഓഫ് ദ ചെയർ വിച്ച് ബ്രേക്സ്. The devil know what breakable furniture you have. I like you. Do you understand? I am almost in love. എന്നിട്ട് ഗ്രാബ്സ് ദ ബാക്ക് ഓഫ് ദ ചെയർ വിച്ച് ബ്രേക്സ്. അപ്പോൾ ചെയറിൻ്റെതാണ് പിടിച്ച് മുന്നോട്ട് വലിക്കണം, അത് ചെറുതായിട്ടൊന്ന് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെയുള്ള ഫർണിച്ചറൊക്കെ പൊട്ടുന്നതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഐ ആം ഓൾമോസ്റ്റ് ലവ്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് സ്നേഹത്തിലാണെന്ന് ഇയാൾ പറയാണ്. മിസ്സസ് പോപ്പോ ലീവ്, ഐ ഹേറ്റ് യു. പോപ്പോ എന്ന് പറയുന്നത് എന്നെ കടന്നു പോകുമോ, ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്നാണ്. സ്മിർനോ പറയാണ്, ലോഡ് വാട്ട് എ വുമൺ, ഐ നെവർ ഇൻ മൈ ലൈഫ് മെറ്റ് വൺ ലൈക്ക് ഹർ. ഇതുപോലത്തെ സ്ത്രീ എന്നെ കണ്ടിട്ടില്ല എന്ന് സ്മിർനോ പറയാണ്. ഐ ആം ഓൾമോസ്റ്റ് റൂയിൻഡ്, ഐ ഹാവ് ബീൻ കോട്ട് ലൈക്ക് എ മൗസ് ഇൻ എ ട്രാപ്പ്. ഞാനിപ്പോൾ ഒരു എലി കിണിൽ കുടുങ്ങിയ പോലെയാണെന്ന് സ്മിർനോ പറയാണ്. മിസ്സസ് പോപ്പോ ഗോ ഐ വിൽ ഷൂട്ട്. പോപ്പോ പറയാണ്, പോയിക്കോളൂ അല്ലെങ്കിൽ അപ്പോൾ വെടിവെക്കും. സ്മിർനോ ഷൂട്ട്, യു ഹാവ് നോ ഐഡിയ വാട്ട് ഹാപ്പൻസ് ഇറ്റ് വുഡ് ബി ടു ഡൈ ഇൻ സൈറ്റ് ഓഫ് ദോസ് ബ്യൂട്ടിഫുൾ ഐസ്, ടു ഡൈ ഫ്രം ദ റിവോൾവർ ഇൻ ദിസ് ലിറ്റിൽ വെൽവെറ്റ് ഹാൻഡ്. അപ്പോൾ പറയാണ്, നിങ്ങൾ വെടിവെച്ചോളൂ, കുഴപ്പമില്ല, എന്താ കാര്യം? വാട്ട് ഹാപ്പിനെസ് ഇറ്റ് വുഡ് ബി, എനിക്കതിൽ സന്തോഷമായിരിക്കും. നിങ്ങൾ വെടിവെച്ചിട്ട് ഞാൻ മരിക്കണമെങ്കിൽ സന്തോഷമായിരിക്കും. എന്താണ് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ണ് അല്ലേ, കണ്ണുകൾ കൊണ്ടാണ് നിങ്ങൾ എന്നെ നോക്കി വെടിവെക്കുന്നത്. മാത്രമല്ല എന്താണ് ആ റിവോൾവർ ഉള്ളത് ഇപ്പോൾ എവിടെയാണ്? വളരെ വെൽവെറ്റ് ഹാൻഡാണ് അല്ലേ, പട്ട് പോലെയുള്ള കൈകളിലാണ്. ഐ ആം മാഡ്, കൺസിഡർ ഇറ്റ് ആൻഡ് ഡിസൈഡ് ഇമ്മീഡിയറ്റ്ലി ഫോർ ഐ ഗോ നൗ, വി ഷാൾ നെവർ സീ സച്ച് അതർ അഗൈൻ. ഡിസൈഡ്, സ്പീക്ക്. അതുകൊണ്ട് ഞാൻ പോവാണ്. I am a noble, respectable man, have an income of 10,000, can shoot a coin throw into the air. I own some fine horses. Will you be my wife? എനിക്ക് ക്യാഷുള്ള മനുഷ്യനാണ് അല്ലേ. ഹാവ് ആൻ ഇൻകം ഓഫ് 10,000, 10,000 ശമ്പളമുള്ള വരുമാനമുള്ള ആളാണ്. ഷൂട്ട് എ കോയിൻ ത്രോ ഇൻ ടു ദ എയർ. ഞാൻ നല്ലൊരു ഷാർപ്പ് ഷൂട്ടറാണ്. ഒരു കോയിൻ ആകാശത്തേക്ക് എറിഞ്ഞുകൊണ്ട് അതിന് വെടിവെച്ച് വീഴ്ത്താൻ എനിക്ക് സാധിക്കും. ഐ ഓൺ സം ഫൈൻ ഹോഴ്സസ്. എനിക്ക് ഒരുപാട് കുതിരകളുണ്ട്. വിൽ യു ബി മൈ വൈഫ്? നിങ്ങൾക്ക് എൻ്റെ ഭാര്യയാകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. മിസ്സസ് പോപ്പോ സ്വിങ്സ് ഹർ റിവോൾവർ ആംഗ്രിലി. ഐ വിൽ ഷൂട്ട്. ഇപ്പോഴും മറുപടിയൊന്നും പറയുന്നില്ല.
പക്ഷെ പകരം എന്താ പറയുന്നത്, ഐ വിൽ ഷോട്ട്, ഞാൻ വെടിവെക്കുന്ന പറഞ്ഞു. സ്മിർനോ, മൈ മൈൻഡ് ഈസ് നോട്ട് ക്ലിയർ, ഐ കാൻ അണ്ടർസ്റ്റാൻഡ് സർ വെൻ വാട്ടർ ഐ ഹാവ് ഫാളൻ ഇൻ ലവ് ലൈക്ക് എനി യങ് മാൻ. സ്മിർനോ എന്താ പറയുന്നത്, ഐ കാൻ അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ മനസ്സിപ്പോഴും എനിക്ക് വ്യക്തമാവുന്നില്ല അല്ലേ. സെർവൻറ്റ് വാട്ടർ കൊണ്ട് ഐ ഹാവ് ഫാളൻ ഇൻ ലവ് ലൈക്ക് എനി യങ് മാൻ. സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണോ സ്നേഹത്തിലാകുന്നത് അതുപോലെ ഞാനും ആയിട്ടുള്ളൂ. ഹി ടേക്സ് ഹർ ഹാൻഡ് ആൻഡ് ഷീ ക്രൈസ് വിത്ത് പെയിൻ. എന്നിട്ട് അയാൾ അവളുടെ കൈ പിടിക്കാണ്, ഐ ലവ് യു, എന്നിട്ട് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാണ്. ഹി നീൽസ്, അദ്ദേഹം അവളുടെ മുമ്പിൽ കുത്തി നിൽക്കുകയാണ്. അവളാണെങ്കിൽ കരയുന്നുണ്ട്. ഐ ലവ് യു ആസ് ഐ ഹാവ് നെവർ ലവ്ഡ് ബിഫോർ, മുമ്പ് ആരെയും സ്നേഹിക്കാത്ത വിധം ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഫോർ 5 years ഐ ഹാവൻ ബീൻ ഇൻ ലവ്, കഴിഞ്ഞ 5 വർഷം ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. ആൻഡ് നൗ ഐ ആം കോട്ട്, ഇപ്പോൾ ഞാൻ സ്നേഹത്തിലായിട്ടുണ്ട്. ഐ ബെഗ് ഫോർ യുവർ ഹാൻഡ്, യെസ് ഓർ നോ, വിൽ യു ഗുഡ്, ഞാൻ നിങ്ങളുടെ കൈ പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം, നിങ്ങൾക്ക് സമ്മതമാണോ. മിസ്സസ് പോപ്പോ, ഹി ഗെറ്റ്സ് അപ്പ് ആൻഡ് ഗോസ് ക്വിക്ക്ലി ടു ദ ഡോർ. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്ത് പോകാൻ നിൽക്കുകയാണ്. മിസ്സസ് പോപ്പോ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, വെയിറ്റ് എ മിനിറ്റ്, ഒരു നിമിഷം നിൽക്കൂ. സ്മിർനോ, സ്റ്റോപ്പിംഗ് വെൽ. മിസ്സസ് പോപ്പോ, നത്തിങ്, യു മേ ഗോ. അപ്പോൾ എന്താ വിളിച്ചെന്ന് ചോദിക്കണം. അപ്പോൾ പോപ്പോ പറയാൻ ഒന്നുമില്ല, നിങ്ങൾക്ക് പോകാം, ബട്ട് വെയിറ്റ് എ മൊമെൻറ്റ്, പക്ഷേ വീണ്ടും അവിടെ നിൽക്കാൻ വേണ്ടി പറയാം. നോ ഗോ ഓൺ, പോയിക്കോ. പോകാനും നിൽക്കാനും പറയുന്ന ഒരു അവസ്ഥയിലാണ് പോപ്പോ ഉള്ളത്. ഐ ഹേറ്റ് യു, പിന്നെ പറയുന്നത് ഞാൻ എന്നെ വെറുക്കുന്നു. ഓർ നോ ഡോണ്ട് ഗോ, ഇല്ല വെറുക്കുന്നൊന്നുമില്ല, പോകരുത്. ഓ, ഇഫ് യു ന്യൂ ഹൗ ആംഗ്രി ഐ വാസ്, ഞാൻ എത്ര ദേഷ്യത്തിലാണെന്ന് നിനക്കറിയാം. ഷി ത്രോസ് ദ റിവോൾവർ ഇൻ ടു ദ ചെയർ, എന്നിട്ട് അത് കയ്യിലുള്ള റിവോൾവർ ചെയറിലേക്ക് എറിയാണ്. മൈ ഫിംഗർ ഈസ് സ്വോളൻ ഫ്രം ദിസ് തിങ്, എൻ്റെ കൈ വീക്കം വന്നിട്ടുണ്ട് ഇത് പിടിച്ചിട്ട്. ഷി ആംഗ്രിലി tears her handkerchief, what are you standing there for, get out. അപ്പോൾ പിന്നെയും അവൾ കണ്ണുനീര് ഓർക്കുന്നുണ്ട്. അതിനിടയിൽ അയാൾ പറയുന്നുണ്ട്, വാട്ട് ആർ യു സ്റ്റാൻഡിങ്, എന്തിനാണ് നിൽക്കുന്നത്, പുറത്ത് പോയിക്കോന്ന് ചോദിക്കണം. സ്മിർനോ, ഫെയർവെൽ, അന്ന് ഞാൻ പോവാം, വിടാം. ഫെയർവെൽ എന്താ, വിടാം അല്ലേ. അപ്പോൾ ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. മിസ്സസ് പോപ്പോ, യെസ് ഗോ, പോയിക്കോളൂ. ക്രൈസ് ഔട്ട്, എന്നിട്ട് അവർക്ക് കരയുന്നുണ്ട്. വൈ ആർ യു ഗോയിങ്, നിങ്ങൾ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വൈറ്റ് നോ ഗോ, പോകരുത്. ഓ ഹൗ ആംഗ്രി ഐ ആം, ഡോണ്ട് കം ടു നിയർ, ഐ കം നോ നിയർ അല്ലേ, അല്ലെങ്കിൽ അടുത്ത് വരരുത്, അല്ലെങ്കിൽ വന്നോളൂ എന്ന രൂപത്തിലേക്കാണ് സംസാരം പോകുന്നത്. സ്മിർനോ അപ്രോച്ചിങ്, അടുത്തേക്ക് ചെല്ലുന്നു. ഹൗ ആംഗ്രി ഐ ആം വിത്ത് മൈസെൽഫ്, ഞാൻ എത്രത്തോളം ദേഷ്യമുണ്ടെന്ന് നിങ്ങൾക്കറിയോ. ഫോൾ ഇൻ ലവ് ലൈക്ക് എ സ്കൂൾ ബോയ്, ത്രോ മൈസെൽഫ് ഓൺ മൈ നീസ്, ഐ ഹാവ് ഗോട്ട് എ ചിൽ സ്ട്രോങ്ലി. ഞാനൊരു സ്കൂൾ ബോയ് നിൽക്കുന്ന പോലെയാണ്, ഒരു സ്കൂൾ ബോയ് പ്രേമത്തിലാകുന്ന പോലെയാണ്. ഞാൻ എൻ്റെ മുട്ടുകുത്തി നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്. ഐ ഹാവ് ഗോട്ട് ചിൽ, ഐ ലവ് യു, ദിസ് ഇസ് വൈ, നാളെ നീഡഡ് വാസ് ടു ഫോൾ ഇൻ ലവ്, എനിക്കാകെ സ്നേഹത്തിലാകുക എന്ന കാര്യം മാത്രമേ ഉള്ളൂ. ടുമോറോ ഐ ഹാവ് ടു പേ മൈ ഇൻട്രസ്റ്റ്, ദ ഹേ ഹാർവസ്റ്റ് ഹാസ് ബിഗൺ ആൻഡ് ദെൻ യു അപ്പിയർ, ഐ കാൻ നെവർ ഫോർഗീവ് മൈസെൽഫ്. അപ്പോൾ നാളെ എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതുണ്ട്. ദ ഹേ ഹാർവസ്റ്റ് ഹാസ് ബിഗൺ, ഒന്നാമത് എന്താണ് ഹാർവസ്റ്റ്, നമ്മുടെ ഈ എന്താ പറയുക, കൊയ്ത്ത് കാലം ആരംഭിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ യു അപ്പിയർ, ഐ കാൻ നെവർ ഫോർഗീവ് മൈസെൽഫ്, എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഗോ അവേ, ടേക്ക് യുവർ ഹാൻഡ്സ് ഓഫ് മീ, ഐ ഹേറ്റ് യു ദിസ് ഈസ്. അപ്പോൾ പോപ്പോ എൻ്റെ ശരീരത്തിൽ തുടരരുത് അല്ലേ, നീ കടന്നു പോകുമെന്ന് പറയണം. എന്നിട്ട് പറഞ്ഞിട്ട് ഈ ദിസ് ഈസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എ ലോങ് കിസ്, എൻ്റർ ലൂക്ക വിത്ത് ആൻ ആക്സ്. അപ്പോൾ മഴുവായിട്ട് ലൂക്ക കടന്നു വരികയാണ്. ദ ഗാർഡനർ വിത്ത് റൈക്ക് അറിയില്ല, നമ്മളിങ്ങനെ ഈ കുറച്ച് കമ്പുകളുള്ള, നമ്മൾ ഈ മുറ്റൊക്കെ അടിച്ച് ഇലകളൊക്കെ നീക്കാൻ ഉപയോഗിക്കുന്ന അറ്റത്തിൽ കുറേ കമ്പുകൾ നിരത്തി വെച്ചിട്ടുള്ള ആ ചൂല് പോലത്തെ വസ്തു എന്ന് പറയാം, റൈക്ക്. ദ കോച്ച്മാൻ വിത്ത് എ പിച്ച് ഫോക്ക്, ഇതൊക്കെ ആയിട്ട് ആരാക്രമിക്കാൻ വരികയാണ്. മിസ്സസ് പോപ്പോവിൻ്റെ അടുത്ത് ഈ കയറക്കുന്ന സ്മിർനോവിനെ ആക്രമിക്കാൻ വരുന്നവരാണ് ഇവരൊക്കെ. പക്ഷെ അവർ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്, എ ലോങ് കിസ് അല്ലേ, ഒരു നീണ്ട ചുംബനമാണ് കാണുന്നത്. ആൻഡ് വർക്ക് വിത്ത് പോൾസ്. ലൂക്ക സ്റ്റാരിങ് അറ്റ് ദ പെയർ, ഇവർ രണ്ടോളം ഈ നിൽക്കുന്ന കാഴ്ച കണ്ട് ലൂക്ക അത്ഭുതപ്പെട്ട് നോക്കണം. സ്റ്റാരിങ്, മിഴിച്ച് നോക്കണം. മെഴ്സിഫുൾ ഹാവൻസ്, ലോങ് പോസ്, ഓ ദൈവത്തിൻ്റെ കാരുണ്യം എന്നുള്ളതാണ്. മിസ്സസ് പോപ്പോ ഡ്രോപ്പിംഗ് ഹർ ഐസ്, ടെൽ ദം ഇൻ ദ സ്റ്റേബിൾ ദാറ്റ് ടോബി ഈസ് നോട്ട് ടു ഹാവ് എനി ഓട്സ്. ഇനി ടോബിയോട് പറയൂ, ടോബിക്ക് കൂടുതൽ എന്ത് കൊടുക്കണ്ട, ഓട്സ് ഒന്നും കൊടുക്കണ്ട എന്ന് സ്റ്റേബിളിലുള്ള ആളുകളോട് പറയൂ എന്ന് ആരോട് പറയുന്നു, ഇയാളോട് പറയുന്നു. ഇതിന് മറ്റൊരർത്ഥം ടോബി ഏറ്റവും ഇഷ്ടപ്പെട്ട അയാളുടെ ഭർത്താവാണ്. അപ്പോൾ ആ സ്നേഹം കുറഞ്ഞു പോകുന്നു എന്നുള്ള കാണിക്കാനുള്ള ഡയലോഗ് കൂടിയാണ് അവസാനം കഥാകൃത്ത് വെച്ചിട്ടുള്ളത്. അത് വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോയതാണ്, കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാൻ വേണ്ടി. ഇതിൻ്റെ വിശദമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ എവരിവൺ.